ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന PSC +2 പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയുടെ മുഴുവൻ ചോദ്യങ്ങളുടെയും ആൻസർ കീ ആണ്. അപ്പൊ നമുക്ക് ആൻസേഴ്സ് പരിശോധിക്കാം. എല്ലാവരും ആൻസേഴ്സ് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ജോയിൻ ചെയ്തേക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതിക്ക് പറയുന്ന പേര് FPTP സമ്പ്രദായമാണ്. FPTP സമ്പ്രദായം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. സുകുമാർ സെൻ. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? MKSS ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ് MKSS. മിസോ നാഷണൽ ഫ്രണ്ട് MNFന്റെ സ്ഥാപകൻ ആരാണ്? ലാൽ ഡെങ്കയാണ്. ലാൽ ഡെങ്ക. ഏത് ലക്ഷ്യം കൈവരിക്കാനാണ് 2003 വൈദ്യുതി നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടത്? ഉത്തരം ഓപ്ഷൻ ഡി, ഇവയൊന്നും അല്ല. ഇവയൊന്നും അല്ല എന്നതാണ് ഉത്തരം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം മാത്രം. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ, മണി സപ്ലൈ കുറയ്ക്കുന്നതിനായി ഗവൺമെന്റ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കും. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ കമ്പോളത്തിൽ നിന്ന് ഗവൺമെന്റ് ബോണ്ടുകൾ വാങ്ങും. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, എയും സിയും മാത്രം. പണപ്പെരുപ്പമുള്ളപ്പോൾ ഇൻഫ്ലേഷൻ, ഗവൺമെന്റ് ചെലവുകൾ കൂട്ടുന്നു, തെറ്റാണ്. പിന്നെ അതുപോലെ പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെന്റ് കടം വാങ്ങുന്നത് കുറയ്ക്കുന്നു, അതും തെറ്റാണ്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം മാത്രം. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം, ആനുപാതിക നികുതി, മൊത്തം ധനക്കമ്മി, മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം. ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. പ്രച്ഛന്ന തൊഴിലില്ലായ്മ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷമാണ്? ഉത്തരം ഓപ്ഷൻ എ, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മൈത്രി. കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമമാണ് റൗലറ്റ് നിയമം. റൗലറ്റ് നിയമം. താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ന്യൂബ്ര. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, പശ്ചിമ ബംഗാളിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം. കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, ചൂണ്ടയിൽ. മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, എറിത്രോപോയിറ്റിഡിൻ. മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലുമോ നഷ്ടപ്പെട്ട സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കിയിരുന്ന സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്നേഹപൂർവം പദ്ധതി. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, സാഴ്സ്. താഴെ പറയുന്നവയിൽ 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒരു ഭൂമി മാത്രം, only one earth. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആര്? ഉത്തരം ഓപ്ഷൻ എ, ഗൗരി പാർവതി ഭായി ആണ്. ഗൗരി പാർവതി ഭായ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആന്ധ്രാപ്രദേശ്. താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ്?
സ്റ്റീരിയോസ്കോപ്പ് വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ സി ബാബ ബുദാൻ കുന്നുകളാണ്. ബാബ ബുദാൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് കെ എം പണിക്കർ. കെ എം പണിക്കർ. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. 1981 സ്ഥാപിതമായി. കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. കോമൺവെൽത്ത് ഗെയിംസിനെ സംബന്ധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. 2010 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചു. 2022 കോമൺവെൽത്ത് ഗെയിംസ് ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ നടക്കും. താഴെ തന്നിരിക്കുന്ന രണ്ട് പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പടയണി തപ്പ്, തെയ്യം തോറ്റമ്പാട്ട്, മുടിയേറ്റ് കാളിദാരിക പുരാവൃത്തം, കൂടിയാട്ടം സംസ്കൃത നാടകം. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1ഉം 4ഉം. മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. ഭാർഗവീ നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം. ആശാൻ കവിതകളുമായി ബന്ധപ്പെട്ടവ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ് 2ഉം 4ഉം. കാൽപ്പനികത ഖണ്ഡകാവ്യങ്ങൾ. സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ഹാർഡ് ഡിസ്ക് ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ 3ഉം 4ഉം എക്സലും ജിംബും. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡേറ്റയുടെ അളവിനെ എന്തു പറയുന്നു? ഉത്തരം ഓപ്ഷൻ സി ബാൻഡ് വിഡ്ത്ത് എന്നാണ് പറയുന്നത്. താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏത്? സെർച്ച് എഞ്ചിൻ ഓപ്ഷൻ എ ഗൂഗിൾ. ഐഡന്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി IT ആക്ട് 66C. 2026 ശീതകാല ഒളിമ്പിക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ് 1ഉം 4ഉം. മിലാനും കോർട്ടിന ഡി അംബേസോയും ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന രണ്ട് പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ എ സലീമ മുഗൻ സൻഗ. ഉത്തരം വനിതാ ഫുട്ബോൾ റെഫറി എന്നുള്ളതാണ്. ശാന്തിശ്രീ ധൂലിപുടി പണ്ഡിറ്റ് JNU വൈസ് ചാൻസലർ. അസീമ ചാറ്റർജി വനിതാ ശാസ്ത്രജ്ഞ. മീരാഭായി ചാനു ഒളിമ്പിക് മെഡൽ. 2021 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് 1, 3 എന്നിവ. ഗ്ലാസ്ഗോ COP26. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അതായത് ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വല്ലങ്കിത്താളം എന്ന കൃതിയുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. ഗൊരട്ടി വെങ്കണ്ണയുടെ കവിതയാണ് വല്ലങ്കിത്താളം എന്ന് പറയുന്നത്. അപ്പോൾ 1, 3 മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ അടിസ്ഥാന പ്രമാണങ്ങളുമായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മേൽപ്പറഞ്ഞവയെല്ലാം ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ്. മൗലിക അവകാശ സംരക്ഷണത്തിനായി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 226. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആർട്ടിക്കിൾ 32. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം. വിദ്യാഭ്യാസം, വനം. 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏത്? ഉത്തരം ഓപ്ഷൻ എ PK തുങ്കൻ കമ്മിറ്റിയാണ്. 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി 373 കെൽവിൻ.
10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 0. ആസ്പിരിൻ ഏതിനം ഔഷധ വിഭാഗത്തിൽ പെടുന്നു? ആസ്പിരിൻ എന്നത് അനാൽജസിക്കുകളാണ്. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഫ്യൂൽ സെൽ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ആണ്. ഉത്തരം ഓപ്ഷൻ എ കിലോഗ്രാം. ഒരു ടാങ്കിൽ വെള്ളം വരുന്ന 2 പൈപ്പുകൾ ഉണ്ട്. അവയിൽ ഒരു പൈപ്പ് തുറന്നാൽ 5 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും, മറ്റേത് തുറന്നാൽ 3 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നിട്ടാൽ എത്ര മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും? ഉത്തരം ഓപ്ഷൻ ബി 15/8 മണിക്കൂർ. ഇതില് ചിഹ്നങ്ങള് ABCD ചിഹ്നങ്ങൾ തന്നിട്ടുണ്ട്. അത് റീപ്ലേസ് ചെയ്താൽ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് 80. ഒരു ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വിജയിച്ച കുട്ടികളിൽ അജിതയുടെ റാങ്ക് മുകളിൽ നിന്ന് 14-മതും താഴെ നിന്ന് 31-മതുമാണ്. 6 കുട്ടികൾ പരീക്ഷ എഴുതാതിരിക്കുകയും ചെയ്തു എങ്കിൽ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 50. ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് 1, 3, 5, 7. ദീപ ഒരിടത്ത് നിന്ന് തെക്കോട്ട് 30 മീറ്റർ സഞ്ചരിച്ചതിനു ശേഷം വടക്കോട്ട് 35 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 25 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും തെക്കോട്ട് തിരിച്ച് 5 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരിച്ചെടുത്ത് നിന്നും എത്ര അകലെയാണ് ദീപ ഇപ്പോൾ നിൽക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ 25 മീറ്റർ ആണ്. 3 + 8 × 4 - 2 × 4 + 7 = 22. അടുത്തത് ഈ ഒരു ക്രിയ ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ 1 ആണ്. നീലയും പച്ചയും ചായങ്ങൾ 3:5 എന്ന അംശബന്ധത്തിൽ കലർത്തി പുതിയ നിറമുണ്ടാക്കി. നീലയേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് പച്ച. എത്ര ലിറ്റർ നീല ചായമാണ് എടുത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 18 ലിറ്റർ. ഒരു സമാന്തര ശ്രേണിയിലെ 5-മത്തെ പദം 15-ഉം 7-മത്തെ പദം 21-ഉമാണ്. ഇതിലെ ആദ്യ പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി 3. അനു കൃഷി ആവശ്യത്തിനായി 15,000 രൂപ ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ബാങ്ക് 8% പലിശ നിരക്കാണ് കണക്കാക്കുന്നത് എങ്കിൽ 6 മാസം കഴിയുമ്പോൾ പലിശ എത്ര രൂപയാകും? ഉത്തരം ഓപ്ഷൻ എ 600. ഒരു ക്ലോക്കിലെ സമയം 4:15 മണിയാണ്. ഒരു കണ്ണാടിയിൽ അതിന്റെ പ്രതിബിംബം കാണുന്ന സമയം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 7:45. ഒരു മാസത്തിലെ 3-മത്തെ ദിവസം ഞായറാഴ്ചയ്ക്ക് 3 ദിവസം മുൻപായിരുന്നെങ്കിൽ ആ മാസത്തിലെ 27-ാം ദിവസം ഏത് ദിവസമായിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി ഞായർ. ഒരു സംഖ്യയുടെ 2 കൂട്ടിയതിന്റെ വർഗം 36 ആയാൽ സംഖ്യയായി വരുവാൻ സാധ്യതയുള്ളത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 4. 7:349 9 എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 735. എ ബിയുടെ സഹോദരനാണ്. സി എയുടെ സഹോദരിയാണ്. ഡി സിയുടെ പുത്രനാണ്. ഡിക്ക് ബിയോടുള്ള ബന്ധം എന്ത്? ഉത്തരം ഓപ്ഷൻ സി ആണ് അനന്തരവൻ. ദിലീപ് ഒരു ആടിനെ 3200 രൂപയ്ക്ക് വാങ്ങി. അതിനെ വിറ്റപ്പോൾ 8% നഷ്ടം വന്നു എങ്കിൽ വിറ്റ വില എത്ര? ഉത്തരം ഓപ്ഷൻ സി 2944. 12 മീറ്റർ × 16 മീറ്റർ × 20 മീറ്റർ അളവുള്ള ഒരു ചതുരക്കട്ടയിൽ നിന്ന് 4 മീറ്റർ വശമുള്ള എത്ര ക്യൂബുകൾ നിർമ്മിക്കാം? ഉത്തരം ഓപ്ഷൻ എ 60. -1/150 × √625 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 25. അമൽ ഒരു യാത്രയുടെ ആദ്യത്തെ 2 മണിക്കൂർ സമയം 30 km/മണിക്കൂർ വേഗതയിലും ശേഷിക്കുന്ന 3 മണിക്കൂർ സമയം 4 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചാൽ ആ യാത്രയിലെ അയാളുടെ ശരാശരി വേഗത എത്ര? ഉത്തരം ഓപ്ഷൻ ബി ആണ് 36 km/മണിക്കൂർ. അടുത്ത ചോദ്യം 3, 6, 18, 21, 63. അടുത്ത സംഖ്യ ഏതാണ്? ഓപ്ഷൻ സി 66. ഡാഷ് പണിഷ്മെന്റ് ഈസ് ബാൻഡ് ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കോർപ്പറൽ പണിഷ്മെന്റ്സ്. Meaning of the phrase sign die is sign die indefinitely. Find out the plural of aquarium. അക്വേറിയത്തിന്റെ പ്ലൂറൽ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 2ഉം 4ഉം. അക്വാറിയ അതുപോലെ അക്വേറിയംസ്. I can always dash my friends in a crisis. ഉത്തരം ഓപ്ഷൻ ബി ആണ് call out. The word greenhouse is a dash word. Greenhouse എന്നത് കോമ്പൗണ്ട് വേർഡ് ആണ്. Find out the word that has the right spelling. റൈറ്റ് സ്പെല്ലിംഗ് ഉള്ളത് ഓപ്ഷൻ സി 1ഉം 4ഉം. ഡെബ്യൂട്ടും കൊണൈസറും.
വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഇഡിയം ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ടു ഹാവ് എ സ്ട്രോങ് ഒപ്പീനിയൻ അബൌട്ട് സംതിങ്. ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഓഫ് ദ വേർഡ് ostensibly. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, apparently. അടുത്ത ചോദ്യം, എ വാലിറ്റ്യൂഡിനേറിയൻ ഈസ് വൺ who is too anxious about his own health. Which word can be used as the antonym of extravagant? ഉത്തരം ഓപ്ഷൻ സി, only 1 and 3, ഫ്രൂഗലും thriftyയും. Summer is the season dash all creatures on earth appear at their worst. ഉത്തരം ഓപ്ഷൻ ബി ആണ്, why. അടുത്ത ചോദ്യം, summer is the season dash all creatures on earth appear at their worst when Stephen Hawking has made innumerable studies regarding dash universe. ഉത്തരം ഓപ്ഷൻ സി, a universe. The following sentence is a dash sentence. Owing to laziness, he couldn't accomplish his dreams. ഉത്തരം ഓപ്ഷൻ എ ആണ്, സിമ്പിൾ സെന്റൻസ് ആണ്. Ramesh is good at English and he prefers reading to. ഉത്തരം ഓപ്ഷൻ സി, writing. Change the voice. Someone has changed my attitude. ഉത്തരം ഓപ്ഷൻ എ, my attitude has been changed by someone. Had he got an opportunity, he dash a film. ഉത്തരം ഓപ്ഷൻ സി, only 3 would have directed a film. Nobody contacted me during my difficult times. Dash. Question tag വരുന്നത് ഓപ്ഷൻ ബി ആണ്, did they? The film show starts every day at 8 p.m. sharp, but today it didn't begin. ഉത്തരം ഓപ്ഷൻ എ ആണ്, on time. Many a man dash urged me to quit this job. ഉത്തരം ഓപ്ഷൻ സി ആണ്, has urged me to quit this job. അടുത്ത ചോദ്യം, find out the sentence that is grammatically correct. ഉത്തരം ഓപ്ഷൻ സി ആണ്, only 4. One should respect his parents and elders. അടുത്ത തത്വം പിരിച്ചെഴുതിയവയിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. തത്വം ഓപ്ഷൻ ബി ആണ്, തത് പ്ലസ് ത്വം. കവി എന്ന നാമരൂപത്തിന്റെ സ്ത്രീലിംഗം എഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി, കവയിത്രി. ഇരുട്ട് എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, നിഡിലം. ധീരൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഭീരു. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന ആംഗല വാക്യത്തിന് സമാനമായ മലയാള ശൈലി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, കാറ്റുള്ളപ്പോൾ പാറ്റുക. അയക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പ്രേഷിതാവ്. വിഗ്രഹാർത്ഥം എഴുതുക. കല്യാണ പന്തൽ. ഉത്തരം ഓപ്ഷൻ സി ആണ്, കല്യാണത്തിനുള്ള പന്തൽ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ചിഹ്നങ്ങൾ ശരിയായി ചേർത്ത വാക്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. മലയാളത്തിലെ പ്രതിഭാശാലിയായ കവിയും നാടകകൃത്തും രചയിതാവുമാണ് ശ്രീ കാവാലം നാരായണ പണിക്കർ. താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത്? ഉത്തരം ഓപ്ഷൻ എ, യൗവനമാണ്. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി, 3 മാത്രം. ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിയാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, പ്രസ്താവന ചോദ്യങ്ങളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറെ പേരൊക്കെ കമന്റ് ചെയ്തു, അത് ഞാൻ കണ്ടു. ഓക്കെ, അപ്പൊ ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പൊ തുടർന്ന് ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിലേറ്റഡ് ഫാക്ട്സ് വീഡിയോ ആയിരിക്കും വരാൻ പോകുന്നത്. ഒരു വീഡിയോ പോലും മിസ്സാവാതെ എല്ലാം കാണുക. റിലേറ്റഡ് ഫാക്ട്സ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനലിനെ പറ്റി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിരിക്കുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ കാര്യം മറക്കണ്ട. ഫസ്റ്റ് കമന്റ് ആയിട്ട് എന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ജോയിൻ ചെയ്തേക്കാം. വീണ്ടും കാണാം. താങ്ക് യു.